ഇപ്പൊ പടച്ചോനൊന്ന് കയ്യിൽ കൊണ്ടുതരണം അല്ലേ? ഇത് ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട. പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് കുടജാദ്രിയിൽ. ഇത് എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ. കേരളത്തിലെ പ്രഗത്ഭനായ സാഹിത്യകാരൻ, എഴുത്തുകാരൻ, കഥാകാരൻ. കുറെ ഉണ്ട്. ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം. ബസ് വീണ്ടും നീങ്ങി. ഒരു ബസ്സിലുള്ള യാത്രയാണ്. ആര്? കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ കുറെ യാത്രക്കാരുണ്ട്. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി ഏറെ ശ്രദ്ധ ആകർഷിച്ചു. ശിങ്കാരി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിങ്ങനെ കൊയഞ്ഞാടിയാണ് ഈ ബസ്സിൽ. അത് മേലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. വായിച്ചു പോകണമെങ്കിൽ കുറെ ഉണ്ട്. ശിങ്കാരി അപൂർവ ശ്രദ്ധ ആകർഷിച്ചു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനോട് അയാൾ സംസാരിക്കുകയും അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ഒക്കെ. ഈ പ്രിന്റിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ സീറ്റിലിരുന്ന ഒരു അതാണ്. ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി പെണ്ണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. അടുത്ത സീറ്റിലിരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു. അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി, ശൃംഗരിച്ച്. അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ സീറ്റിലിരുന്ന ഒരു മധ്യവയസ്സ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ്. ഇനി നിങ്ങൾക്ക് ചില സാമ്യം തോന്നും. വട്ടമുഖം, നരവീണ് തുടങ്ങിയ താടി, തലപ്പാവ്, ജുബ്ബ, മുണ്ട്. എന്റെ കൈവശമുണ്ടായിരുന്ന ചില ലഘുഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കമുണ്ടായത്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു. ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു. പക്ഷേ പ്രവൃത്തിയിലത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത്. അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല. ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം. വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു. ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു. അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ? ഇസ്ലാമും ക്രിസ്തുമതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു. സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത്. ഗ്രന്ഥകർത്താവിന്റെ പേര് ബവാഹുദ്ദീൻ കൂരിയാട്. ഇത് ഞാൻ പറയല്ല, എന്റെ തലേ കയറാൻ വരണ്ട. പൂർണിമ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴും ഈ പുസ്തകം കിട്ടും. പുസ്തകം എഴുതിയ കാക്കനാടനാണ്. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല. അതുകൊണ്ട് അത് കുടജാദ്രിയുടെ സംഗീതം. കുടജാദ്രിയുടെ സംഗീതം പുസ്തകം വാങ്ങാൻ പോണതിൽ കുടജാദ്രി ചോദിച്ചാൽ കിട്ടൂല. പൂർണിമ പബ്ലിക്കേഷൻ കുടജാദ്രിയുടെ സംഗീതം. എനിക്ക് അറിഞ്ഞൂടാ. കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് ഹൈബാണ്. മുസ്ലിംമാരുണ്ടോ? അത്യാവശ്യം വീടുള്ള പുസ്തകത്തിന്റെ 40-ാം പേജിൽ മുമ്പ് നല്ല ഇൻട്രസ്റ്റിൽ 3-4 പ്രാവശ്യം വായിച്ചിരുന്നത്. വേണേ വാങ്ങി വായിച്ചോളി. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ശിങ്കാരി അല്ലേ വക്കീലെ. 40-ാം പേജ്. നീ പേജ് തപ്പാൻ നിൽക്കണ്ട, നിങ്ങൾ വായിച്ചാളി. ഞാൻ പറയില്ല. ഞാൻ ഈ വായിച്ചറിയുന്നുള്ളൂ. കാണാത്ത കാര്യം ഞാൻ പറയില്ല. അങ്ങനെ മതം പഠിപ്പിച്ചു. എന്നിട്ട് ഇയാൾ പറയാൻ സ്റ്റെപ്പിനുണ്ട്. എം എൽ എമാർക്ക്, മന്ത്രിമാർക്ക് ചില സ്റ്റെപ്പിനുകളുണ്ട്. കോഴിക്കോട് ഒരു കുട്ടി ഇപ്പോഴും വിളിക്കുന്നു.